ടയർ കേക്ക് സ്റ്റാക്കിങ്ങിന് ശേഷം 2 കേക്കും തമ്മിൽ നല്ല ഡിസ്റ്റൻസും ഗ്യാപ്പും വരുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കേ. അപ്പോൾ 2 ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കൊടുക്കുന്ന കേക്കിൽ സ്റ്റിക്ക് കൊടുക്കുമ്പോൾ ഒരു പൊടിക്ക് ചെറുതാക്കിയിട്ട് വേണം കേട്ടോ. ക്രീമിൻ്റെ ഉള്ളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം സ്റ്റിക്ക് കുത്താൻ. ഇതിപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുക്കുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് പോകും. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് കുറച്ച് പൊങ്ങി നിൽക്കും. അപ്പോൾ ആ സ്റ്റിക്ക് വീണ്ടും കളയാൻ മടിച്ചിട്ട് ഞാൻ രണ്ടാമത്തെ കേക്ക് സ്റ്റാക്കിങ് ചെയ്തു. അപ്പോൾ സ്റ്റാക്കിങ് ചെയ്ത സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് വന്നു കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇതിന് എനിക്കത് ചെയ്യണമെന്നൊന്നുമില്ല. അതിന് ഡിസൈൻസും ബോയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാവില്ല. എങ്കിലും എന്താണ് വ്യത്യാസം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാലറ്റ് നൈഫിന് എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ അംശം വേണം. എന്നാലേ നമ്മുടെ ക്രീം നല്ല ഡാമേജ് പറ്റാതെ എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ എക്സ്ട്രാ ആ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് കുറച്ച് ലൂസായിട്ടുള്ള ക്രീം കൊടുക്കുക. പാലറ്റ് നൈഫ് വെച്ചിട്ടോ സ്ക്രേപ്പർ വെച്ചിട്ടോ ഒന്നിതാ സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി.